ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചേട്ടനാണ് നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് ഘാട്ടിൽ കൊണ്ടാക്കിയത്. ഘാട്ടെന്ന് പറഞ്ഞാൽ ഓരോരോ സ്റ്റോപ്പുകളാണ്. ഇവിടെ കുറേ ഘാട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓരോ ഹൗസ് ബോട്ടിലായിട്ട് ഓരോ ഭാഗത്തോട്ട് പോകുന്നത്. നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 9 മണിയാകുമ്പോഴത്തേനും ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമുക്ക് പോകേണ്ടത് ഗൊണ്ടോളയ്ക്കാണ്. ഗുൽമാർഗിലുള്ള ഗൊണ്ടോളയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല ക്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അത്രയും നേരത്തെ എത്തണം. നമുക്ക് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത് 11:30. നമ്മുടെ കയ്യിൽ ജസ്റ്റ് ടിക്കറ്റ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ ആരാണോ നേരത്തെ എത്തുന്ന ക്യൂവിൽ നിൽക്കുന്ന പോലെ ഉണ്ടാവും ബാക്കിയൊക്കെ. ആ ദൂരെ കാണുന്ന മഞ്ഞുമലയുണ്ടല്ലോ, അതാണ് ഗുൽമാർഗ്. നമുക്ക് ഗൊണ്ടോളയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല, നമുക്ക് തന്നെ എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഗൊണ്ടോളയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് സ്കാം നടക്കുന്ന ഒരു ഏരിയയാണ് ഗുൽമാർഗ്. അവിടെ ഉള്ളവരുടെ ഉപജീവന മാർഗം തന്നെ വരുന്ന ടൂറിസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ്. ഗൈഡുമായിട്ട് ഗൊണ്ടോളയ്ക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, നമുക്ക് തന്നെ പോയി വരാവുന്നതേ ഉള്ളൂ. ഗൊണ്ടോള എന്ന് പറയുന്നത് 2 ഫേസിലായിട്ടാണ് ഉള്ളത്, ഫേസ് 1ഉം ഫേസ് 2. ഫേസ് 1 വരെ ഒരാൾക്ക് 810 രൂപയും ഫേസ് 2 ഒരാൾക്ക് 1110 രൂപയുമാണ്. അത് ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പോഹ കഴിക്കുമ്പോൾ പോഹ നിറയെ എടുത്തു, ബെഡ് ബട്ടർ ഒന്നെടുത്തല്ലോ, അപ്പോൾ അത് മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാതെ അവിടെ പോയിട്ട് ഗൊണ്ടോള പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്ലാക്കിൽ ടിക്കറ്റ് കിട്ടും. പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും. അതുമാത്രമല്ല, ചിലപ്പോൾ ആ ടിക്കറ്റിനും കൊണ്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോകുമ്പോൾ അവിടെ എത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് ഫേക്ക് ടിക്കറ്റ് ആയിരിക്കും. ശ്രീനഗറിൽ നിന്ന് 49 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഗുൽമാർഗ് ഉള്ളത്. നമുക്ക് സ്നോ കാണണമെന്നുണ്ടെങ്കിൽ ഗുൽമാർഗ് പോയാൽ ഏത് സീസണിലും സ്നോ ഉണ്ടാവും. പക്ഷെ നമ്മൾ നല്ല ടോപ്പിൽ പോകേണ്ടി വരും. ഫേസ് 2 പോയാലേ സ്നോ കാണാൻ പറ്റും. വേൾഡിൽ തന്നെ ഹയസ്റ്റ് ഗൊണ്ടോളകളിൽ ഒന്നാണ് നമ്മുടെ ഗുൽമാർഗിലുള്ള ഗൊണ്ടോള റൈഡ്. നമ്മൾ പോകുന്ന ടാക്സി സെഡാൻ മോഡലാണ്. അതുപോലെ തന്നെ അത് ചെയിൻ ഇട്ടിട്ട് നമുക്ക് ആ വണ്ടിയും കൊണ്ട് സ്നോയിലോട്ട് പോകാൻ പറ്റില്ല ചെയിൻ ഇടാതെ. അതുകൊണ്ട് തന്നെ ഈ കാറ് നമ്മളെ ടങ്മാർഗ് എന്നൊരു ടൗൺ ഉണ്ട്, ആ ടൗണിൽ കൊണ്ട് ഇറക്കി വിടും. അവിടെ നിന്ന് നമ്മൾ വേറൊരു ചെയിൻ ഇട്ടിട്ടുള്ള ടാക്സി പിടിച്ചിട്ട് വേണം നമ്മൾ ഗുൽമാർഗിലോട്ട് പോകാൻ. അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഒരു 3000 ഒക്കെ അവർ പറയും. നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ഒരു 2500-2000 വരെയൊക്കെ ആക്കാൻ പറ്റും. ഇങ്ങനെ അല്ലാതെ നമുക്ക് പോവാം കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് ഓടുന്ന ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ ഷെയർ ടാക്സികളുണ്ട്. അതൊക്കെ ഹയർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഓരോ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയി നമ്മൾ അന്വേഷിച്ചിട്ട് വേണം അവിടെ പോയി ഇറങ്ങിയിട്ട് ഷെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അങ്ങനെ പോകുന്ന ചിലവ് നല്ലോണം കുറയും. അതുപോലെ തന്നെ അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അവർ നമ്മളെ ചിലപ്പോൾ ബ്ലോക്ക് വന്നാലോ അല്ലെ ചെക്കിങ് എന്തെങ്കിലും വന്നാലോ നമ്മളെ കൊണ്ട് അവിടെ ഇറങ്ങാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ നടന്നു പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഇത്രയൊന്നും ചിലവാവില്ല. ഒരു 100-300 രൂപേൻ്റെ ഉള്ളിൽ തന്നെ അത് കഴിഞ്ഞോളും. നമ്മൾ ടാൻമാർഗ് എത്തിയിട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വേറെ വണ്ടി കയറും. അതുപോലെ തന്നെ ഷൂസൊക്കെ നമുക്കിനി റെൻറ്റിന് എടുക്കണം. 3 ആൾക്കും എടുക്കണം. നമ്മൾ സ്നോയിൽ കളിക്കുകയാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള നല്ല ഷൂ നോക്കി വേണം എടുക്കാൻ. ഷൂ റെന്റിന് എടുക്കാൻ വന്നതാണ്. ഇവിടെ കത്തി റേറ്റ് ആണ്. അപ്പോൾ നോക്കിയിട്ട് ഒരു ഷൂ വാങ്ങാനുള്ള പൈസ തന്നെ ഇവർ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമേ റേറ്റ് ഒക്കെ ചോദിച്ചിട്ടാണ് കടയിൽ കയറിയത്. നമ്മളൊന്നും ചോദിച്ചില്ല. ഇട്ടതിന് ശേഷം പറയുന്നത് 200 രൂപ. ഒരു ഷൂന് 200. ഋതിക്കോട്ടിന്റെ ഒക്കെ ചെറിയ ഷൂന് 200 രൂപ കടയിൽ കിട്ടും. 200 രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ ഷൂ. ഇതാണ് കോട്ടിന്റെ ഷോപ്പ് നമ്പർ 3. നോക്കിയിട്ട് പൈസ ചോദിച്ചിട്ട് എടുത്താൽ മതി എല്ലാവരും, അല്ലെങ്കിൽ പെട്ടുപോകും. നമ്മൾ ഗുൽമാർഗിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സി ഹയർ ചെയ്തു. അപ്പോൾ യൂണിയൻ ക്യാബ് മാത്രം അങ്ങോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതാണ് പോകുന്ന വഴി. സൈഡ് മൊത്തം മഞ്ഞാണ്. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞാണ്. ഇവിടെ തന്നെ കയറി കളിക്കാൻ തോന്നുന്നു. അങ്ങോട്ടൊന്നും പോകണ്ട തോന്നുന്നു. എല്ലാം ഇവിടെ ടൈപ്പാണ്. നമ്മുടെ ഡ്രൈവറിന് ആരോ പരിചയമുള്ളവരുടെ അടുത്ത് കൊണ്ട് നമ്മളെ ഇറക്കി വിടും. നമ്മൾ അവിടെ നിന്നാണ് ഈ ടാക്സി എടുത്തിട്ടുള്ളത്. 3000 രൂപയ്ക്കാണ്. നമ്മുടെ വേറെ ഡ്രൈവർ പറഞ്ഞാൽ 2500 കിട്ടുന്നത് സ്റ്റാർട്ടിങ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഇത്തിരി ഓക്കെ അല്ല പറഞ്ഞല്ലോ. ഇന്നലത്തെ ഫുഡിൻ്റെ എന്തോ ഒരു ലൂസ് മോഷൻ അടിച്ചിട്ടുണ്ട് 2 ആൾക്കും. അതുകൊണ്ട് നമ്മൾ പിന്നെ സംസാരിക്കാൻ ഒന്നിനും നിന്നില്ല. വേഗം പോയിട്ട് വേഗം തിരിച്ച് ഹോട്ടലിൽ പോകണം. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഋതിക്കുട്ടി ഇതെല്ലാം ഇട്ടിട്ട് ബൂട്ട്സ് ഒന്നും ഇടാൻ സമ്മതിക്കുന്നുമില്ല. കുട്ടികൾ അങ്ങനെയാണല്ലോ, അതിനൊക്കെ അവൾ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ആകുമ്പോൾ ഒരു സഫോക്കേഷൻ, എല്ലാം കൂടി ഇട്ടിട്ടുമാണോ തോന്നുന്നു, ഫുൾ സഫോക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ബാർഗൈനിങ്ങിന് ഒന്നും നിന്നില്ല. പിന്നെ മല പോയിട്ടും ഗൈഡ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുമ്പോഴേ മഞ്ഞ് കണ്ടു തുടങ്ങി. സ്വർഗത്തിലോട്ട് പോകുന്ന പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. വിന്ററിൽ ഇത് കാണാനുണ്ടല്ലോ, അത്രയും ഭംഗിയാണ്. അതുപോലെ തന്നെ സമ്മറിൽ ഇതിന് വേറൊരു ഭംഗിയുണ്ട്. നമ്മൾ ഗുൽമാർഗിൽ കൊണ്ടുപോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ഹട്ടുകളാണ്. ഇവിടെയൊക്കെ നല്ല പൈസയാണ് മറ്റേ റൂം എടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കൊണ്ടോള റൈഡ് പോകാനുള്ള എൻട്രൻസ്. സോണി ടയർഡായാ?
ഉണ്ണി നമ്മൾ നല്ല ദൂരം നടന്നു വന്നു, ഫുൾ ടയേർഡായി നമ്മള്. നടക്കാൻ പറ്റാത്തവർക്ക് സ്ലെഡ്ജ് ഒക്കെ ഉണ്ടാവും, സ്ലെഡ്ജ് ATV ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഹയർ ചെയ്തിട്ട് വരാം. കാർ പാർക്കിംഗിൽ നിന്ന് ഗൊണ്ടോള സ്റ്റേഷനിലേക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നടക്കേണ്ട ദൂരമാണ് ഉള്ളത്. നടക്കാൻ വയ്യാത്തവർക്ക് അവിടെ ATVയും സ്ലെഡ്ജും ഒക്കെ അവൈലബിൾ ആണ്. വെയിലുള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. തണല് വരുന്ന ഭാഗത്ത് തണുപ്പ് കൂടും, അപ്പൊ ടയേർഡ്നെസ് ആവും, നല്ല തണുപ്പും വരും. നമ്മൾ ക്യൂല് നിന്നത് 2-2.5 മണിക്കൂറായിരുന്നു. നമ്മൾ 2-2.5 മണിക്കൂറായിരുന്നു ക്യൂല് നിന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് പേരുകളുണ്ടായിരുന്നു, വയസ്സായവരും കുട്ടികളെ പിടിച്ചിട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എന്താവെന്ന് വെച്ചാൽ ഗൈഡിനെയും കൊണ്ടുവരുന്നവരുണ്ടാവും. അവർ നമ്മുടെ ക്യൂവിൻ്റെ ഇടയിലോട്ട് ഉന്തി തള്ളിയിട്ട് അവരെ ആളുകളെ കൊണ്ട് കയറ്റും. പക്ഷെ ഇതൊന്നും എപ്പോഴും നടക്കില്ല കേട്ടോ. പോലീസും ഉണ്ട്, അതുപോലെ തന്നെ ആളുകളും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവരെ നല്ല ചീത്ത പറഞ്ഞിട്ട് ബാക്കിലോട്ട് അയച്ചു വിടും. നമ്മൾ അവിടെ പോയിട്ടൊരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ജോബി ആൻ്റണി. പിന്നെ നമ്മൾ ക്യാബിനിലോട്ട് കയറുമ്പോൾ, ഗൊണ്ടോള ക്യാബിനിലോട്ട് കയറുമ്പോഴത്തേനും ആൾ വേറെ ക്യാബിനിൽ പെട്ടു, ഞങ്ങൾ വേറെ ക്യാബിനിൽ പെട്ടു. അങ്ങനെ ഫൈനലി 2-3 hours ക്യൂ ആയിരുന്നു തോന്നുന്നു. ടൈം പോയത് പറഞ്ഞില്ല, എത്ര മണിക്ക് കയറിയെന്ന് പറഞ്ഞില്ല. ഇപ്പൊ 2:30 കഴിഞ്ഞു, 2:45 ഉണ്ണി ഉറക്കത്തിലാണ്. നമ്മൾ ഫുഡും കഴിച്ചില്ല, ഒന്നും. 5000 പോവാണ്, അപ്പൊ അതിന് ഫീല് അറിയുന്നുണ്ട്, ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ട്. ഇല്ല അതുകൊണ്ടോ ദൂരെ ആളുകൾ പോകുന്നുണ്ട്, സ്ലഡ്ജ് കൊണ്ട് പോകുന്നവരും സ്കീയിങ് ചെയ്യുന്നവരൊക്കെയാണ് ഇതിൽ കൂടെ നടന്നു പോകുന്നത്. ഇവിടെ കാണുന്നതൊക്കെ ആട്ടിടയന്മാരുടെ വീടാണ്. അവർ വിൻ്റർ ടൈമിൽ ഇവിടെ ഉണ്ടാവില്ല, വിൻ്റർ ടൈമിൽ താഴോട്ട് പോയിട്ട് സമ്മർ ടൈമിലൊക്കെ വന്നിരിക്കുന്ന വീടുകളാണ് അവരുടെ. കുറേ ഉണ്ട്, കുറേ വീടുകളുണ്ട്, ഫുള്ള് മഞ്ഞിലാണ്. ഇത് ഇടയിൽ നിന്നിരിക്കുകയാണ്, എൻ്റെ ഇടയിൽ കാറ് കുറച്ച് നേരം നിൽക്കും. അതെ, അങ്ങനെ സംഭവിക്കാറുള്ളതാണ്. നമ്മൾ ടെൻഷനോട് കാര്യമൊന്നും. ഗൊണ്ടോള ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കാറുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു മിനിറ്റൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പൊയ്ക്കോളും. മുകളിൽ പോയി ചെയ്യാൻ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഫുഡിനും ചായക്കും എല്ലാത്തിനും നല്ല റേറ്റ് ആയിരിക്കും. അത് കൂടാണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റ്സോ എനർജി ബാർസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കയ്യിൽ വെക്കണം. കാരണം ആൾട്ടിറ്റ്യൂഡ് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഷുഗർ ഡൗൺ ആവാണ്ടിരിക്കാനാണ് ചോക്ലേറ്റ്സും എനർജി ബാറും ഒക്കെ നമ്മൾ കയ്യിൽ വെക്കണം എന്ന് പറയുന്നത്. ഫേസ് 1 നമ്മൾ 2650 മീറ്റർ മുകളിലോട്ട് പോയിട്ട് കൊണ്ടോറി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് എത്തുന്നത്. ഈ കറുപ്പ് പൊട്ടുപോലെ കാണുന്ന എല്ലാ മനുഷ്യന്മാരാണ്. എല്ലാവരും ദൂരെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുൽമാർഗിൽ മെയിനായിട്ട് സ്നോ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. കുറേ പ്രൊഫഷണലായിട്ട് സ്കീയിങ് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട്. നമുക്ക് ബാർഗെയിൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു റീസണബിൾ റേറ്റിൽ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ, പഞ്ഞിക്കെട്ട് പോലെയാണ് സ്നോ അവിടെ കിടക്കുന്നത്. നമ്മളെ വീണ്ടും വീണ്ടും വരാൻ തോന്നിപ്പിക്കുന്ന അത്രയും മനോഹരമായ സ്ഥലമാണ് ഗുൽമാർഗ്. തണുപ്പൊക്കെയാണ്, തണുപ്പത്ത് പോകാനും സ്ട്രഗിൾ ചെയ്ത് പോകണം. പക്ഷെ ആ സ്ട്രഗിളൊക്കെ നമ്മൾ മേലെ പോയി അല്ലെങ്കിൽ മഞ്ഞൊക്കെ കണ്ടതൊക്കെ മറന്നു പോകും നമ്മൾ. ഇതാണ് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന 3 ആളുകൾ. long video is in Malayalam, short video we don't have any language can watch. നമ്മളെ ഗൊണ്ടോളയിൽ നിന്ന് ഇറങ്ങിയതും തന്നെ എന്തോ ഭാഗ്യത്തിന് സ്കീയിങ് ചെയ്യുന്ന ആളുകളെ കണ്ടു. അവര് 300 രൂപയ്ക്ക് നമ്മളെ കാർ പാർക്കിങ്ങിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് നമ്മൾ ഫുള്ള് ടയേർഡായിരുന്നു. എന്നാൽ ശരി 300 അല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ കയറി. നമ്മളെ കൊണ്ടോള കഴിഞ്ഞിട്ട് ഇറങ്ങി. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ എക്സിറ്റിന്റെ അവിടെ കുറച്ച് ആളുകൾ സ്കേറ്റിങ്ങിന് വേണ്ടി ഒരാളെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആളുടെ വണ്ടിയിൽ നമ്മളെ ലിഫ്റ്റ് വന്നു. ലിഫ്റ്റല്ല, 300 രൂപ കൊടുക്കണം. നമ്മളെ അവിടെ നിന്ന് കയറ്റി. ഇല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം നടന്നിട്ട് വേണം സ്ലഡ്ജിന്റെ അവിടെ എത്താൻ. Hi bolo. हम एक YouTube चैनल है. कौन सा है? And your send in a So Kerala people can contact you. Anybody can contact. ഇയാളുടെ പേര് കാക്ക എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കീയിങ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഗുൽമാർഗിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി ടാൻമാർഗിൽ നമ്മളെ കൊണ്ടാക്കും. അവിടെ നിന്ന് നമ്മൾ വന്ന ടാക്സിയിലാണ് പോകുന്നത്. എല്ലാ സ്നോ ആണ്, ബാക്കിലാണെങ്കിലും താഴെയാണെങ്കിലും നമ്മളൊരു വ്യൂ പോയിന്റിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഗുൽമാർഗിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. ഋതിക്കുട്ടി ഹായ് പറ. ഹായ് ബോലോ. ഇതാണ് ഈവനിങ് വ്യൂ.
നമ്മളെ ഗുൽമാർഗിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി, സൈഡൊക്കെ മഞ്ഞാണ്. സൺസെറ്റ് ഒക്കെ ഇവിടെ മെല്ലെ ആവുന്നുള്ളൂ. സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. സമ്മർ ആണെങ്കിൽ കൂടിയും ഒരുപാട് മഞ്ഞുണ്ട്, നിറയെ മഞ്ഞുണ്ട്. നിങ്ങൾക്ക് മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ കാശ്മീർ ഇപ്പോൾ വന്നാലും മഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ പോയത് മാർച്ച് 1st വീക്കാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.